ഭാഗവത ധ്യാനത്തിലൂടെ 23-ാമത്തെ അധ്യായം കൂടിയുള്ള ഭാഗങ്ങളിലെ തത്വങ്ങളെ ചെറിയതായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 24-ാമത്തെ അധ്യായം മുതൽക്കുള്ള കഥകളിലെ തത്വത്തെയാണ് പറയുവാനായിട്ട് ഉള്ളത്. ഇപ്പൊ നമ്മൾ രാസലീല ഭാഗം വരെ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 24-ാമത്തെ അധ്യായത്തില് നമ്മളിവിടെ കഥയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന ഭഗവാന്റെ ലീലയെക്കുറിച്ചാണ്. അപ്പൊ ആ കഥയിൽ നിന്നും നമ്മൾ എന്താണ് വാസ്തവത്തിൽ ബോധിക്കേണ്ടത്? അതായത് അത് സത്വഗുണത്തിന്റെ മുകളിലുള്ള വിജയത്തെയാണ് കാണിക്കുന്നത്. ഈ സത്വഗുണത്തിൽ നിന്നും നമ്മൾ മോചിക്കണം, അതിനും ചെയ്യിക്കണം എന്നുള്ളതാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ്, സംതൃപ്തി, പൂർണ്ണത, തികവ് എന്നീ ഗുണവിശേഷങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് വാസ്തവത്തിലെ സത്വഗുണത്തിന്റെ ഗുണങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് ശരിയായ രീതിയിൽ അല്ല എന്ന് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ തലപൊക്കും. അപ്പൊ സത്വഗുണത്തെ ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നു ഭവിച്ച സുഖത്തിലും ഉയർച്ചയിലും യാതൊരു തരത്തിലും ദുരഭിമാനങ്ങളും അതുപോലെ തന്നെ അഹങ്കാരങ്ങളും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സത്വഗുണത്തെ ഒരു ജീവൻ ജയിക്കേണ്ടതിന്റെ പ്രസക്തിയും ജയിച്ചതിന്റെ തെളിവുമായിട്ടാണ് നമുക്ക് ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടുള്ളത്. അത് ഭഗവാന്റെ 8-ാമത്തെ വയസ്സിൽ തുലാമാസത്തിൽ നടന്ന ലീലയാണ്. അവിടെ ഇന്ദ്രയാഗത്തിന് പുറപ്പെടുമ്പോൾ ഭഗവാൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ വർഷം ശരിയായിട്ട് ലഭിക്കാൻ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രനല്ല, ഓരോരുത്തരുടെയും കർമ്മമാണച്ചാ ഫലം അനുഭവിപ്പിക്കുന്നത്. ഇപ്പോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം വാസ്തവത്തിൽ എന്താണ്? ഇന്നലെകളിലൂടെ ഉണ്ടായ കർമ്മങ്ങളാണ്. ഇന്നലെകളിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വാസ്തവത്തിൽ നമ്മൾ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. അപ്പൊ നാളെ നമുക്ക് സംതൃപ്തിയും സമാധാനവും പൂർണ്ണതയും അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്നിനെ, അതായത് ഈ വർത്തമാനകാലത്തെ നമുക്ക് ഉചിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ശരിയാക്കി എന്നതുകൊണ്ട് മാത്രം നാളെ നമുക്ക് സുഖം ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് നിർബന്ധമില്ല. കാരണം ആ നാളേക്ക് ചിലപ്പോൾ ദൈർഘ്യം കൂടും. കാരണം ഇന്നലെകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ തീക്ഷ്ണത, തീവ്രതയനുസരിച്ചിട്ടാണ് ആ നാളേകൾ എത്ര നാളേകൾ നീണ്ടു മുന്നോട്ട് പോകണം നമുക്ക് ഇന്നിനെ ശരിയാക്കിയാൽ സംതൃപ്തി ലഭിക്കാൻ എന്നുണ്ട്. അല്ല, ഇന്നിപ്പോ നമ്മൾ പെട്ടെന്ന് ഈ സുപ്രഭാതം മുതൽ അങ്ങോട്ട് ശരിയായി എന്നുകൊണ്ട് നാളെ മുതൽ തന്നെ നമുക്ക് സുഖം അനുഭവിക്കുവാൻ സാധിക്കുമെന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ടതില്ല. കാരണം ഇന്നലെ വരെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ധർമ്മ ആചാരത്തിന്റെ ഫലമായിട്ട് ആണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ യഥാർത്ഥ ധർമ്മം അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക തന്നെ ചെയ്യണം. നമ്മൾ ഇപ്പോൾ സുഖദുഃഖങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെങ്കിലും അതിൽ നമുക്ക് ലേശം പോലും അഹങ്കാരമില്ലാതെ നമ്മൾ ധർമ്മം ആചരിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ് എന്നുള്ളൊരു അവബോധത്തോടു കൂടിയിട്ട് നമ്മൾ സത്കർമ്മത്തെ അനുഷ്ഠിക്കുക തന്നെ വേണം. അപ്പൊ നമ്മുടെ കർമ്മമാണ് ഫലം അനുഭവിക്കുന്നതെന്ന് ഭഗവാൻ ആദ്യമായിട്ട് അച്ഛനെ അറിയിപ്പിക്കുകയാണ്. അപ്പൊ പശുക്കൾക്ക് പുല്ലും വെള്ളവും ഗോവർദ്ധനമാണ് തരുന്നത്. പിന്നെ പറയാണ് പുരോഹിതന്മാരുടെ, അതായത് അറിവുള്ളവരായ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ, അതായത് വൈദിക ധർമ്മത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും ധർമ്മവ്യവസ്ഥ അറിഞ്ഞിരിക്കുന്ന
പുരോഹിതന്മാരുടെ യജ്ഞങ്ങൾ വഴി, അവരുടെ സത്കർമ്മങ്ങൾ വഴിയാണ് വാസ്തവത്തിൽ നമുക്ക് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് അച്ഛ ഗോവർദ്ധനത്തെയും സാധുജനങ്ങളെയും അതുപോലെ പശുക്കളെയുമെല്ലാമാണ് നമ്മൾ വാസ്തവത്തിൽ പൂജിക്കേണ്ടത്. അങ്ങനെ ഭഗവാന്റെ ആ അഭിപ്രായത്തോട് അവർക്ക് എന്താ പറയുക, ആദരവ്, അതിലൊരു ശരിയുണ്ട് എന്നവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഗോവർദ്ധനത്തെ പൂജിക്കുകയാണ് ചെയ്തത്. അപ്പം അവിടെ ഗോവർദ്ധനം പ്രത്യക്ഷപ്പെട്ടു, ഭഗവാൻ തന്നെ ഗോവർദ്ധനമായിട്ട്. എന്നിട്ട് ഏതാപത്തിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ കോപിച്ചുണ്ടായി ആ സംഭവത്തോടനുബന്ധിച്ച് അങ്ങനെ പെരുമഴയെ പെയ്യിപ്പിച്ചു. അപ്പൊ ഇന്ദ്രന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഗോവർദ്ധന ഉദ്ധാരണം തന്നെ. ആ ഗോവർദ്ധനത്തെ അങ്ങ് ഉയർത്തി കൊടയാക്കി പിടിച്ചുവല്ലോ, 7 നാൾ അങ്ങനെ പിടിച്ചു. അപ്പൊ ഭഗവാനെ കണ്ടു നിന്നാൽ എന്താണ്, വിശപ്പും ദാഹവും അറിയില്ല. ഇപ്പൊ നമ്മുടെ മനസ്സ് ഈശ്വരീയതയിൽ, ആത്മീയതയിൽ പരിപൂർണമായിരിക്കുന്ന ഉണ്മയിൽ അന്തർമുഖമായിട്ടിരിക്കുമ്പോൾ വിശപ്പും ദാഹവും നമ്മെ ക്ഷീണിപ്പിക്കുകയില്ല, തളർത്തുകയില്ല, ക്ലേശിപ്പിക്കുകയില്ല. നമ്മുടേതായിരിക്കുന്ന അന്തരംഗം ഈ ലൗകികങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് തുറന്നിരിക്കുമ്പോഴാണ് വിശപ്പും ദാഹവും ശോകമോഹങ്ങളും നമ്മെ ശല്യപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും അത് ഈശ്വരാഭിമുഖമായി, ആത്മാഭിമുഖമായി തന്നിൽ തന്നെ അന്തർമുഖമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഈ ലോകത്തിലേതായിരിക്കുന്ന യാതൊരു അനുഭവങ്ങളും ദുഃഖത്തിന് കാരണമായിട്ട് തീരുകയില്ല. അപ്പോ ഇവിടെ എന്താണ്, ഗോവർദ്ധനോദ്ധാരണത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുവാൻ നമ്മൾ ബ്രാഹ്മണനാകണം. അതായത് യഥാർത്ഥമായിരിക്കുന്ന അവബോധം, ശുദ്ധബോധത്തിന്റെ, നിജാത്മതൃപ്തിയുടെ ഒരു അറിവ് നേടണം. പിന്നെയോ വേദം പഠിക്കണം. വേദത്തിലൂടെ പകർന്നു നൽകിയ അറിവിനെ തന്നെയാണ് ഇതിഹാസ പുരാണങ്ങളിലൂടെയും വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിൽ നിന്ന് തന്നെ പലയിടങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. വേദം അതിൻ്റെതായിരിക്കുന്ന ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടി പഠിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്ന് നിർബന്ധമില്ല. ഭാഷാ പ്രശ്നമുണ്ട്, വ്യാകരണ പ്രശ്നമുണ്ട്, അതുപോലെ മറ്റു പല പല പ്രശ്നങ്ങളും വേദം പഠിക്കുന്നതിൽ വ്യക്തികൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഇതിഹാസ പുരാണങ്ങൾ അത് പ്രാദേശികമായിരിക്കുന്ന എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഭാഗവതത്തിൻ്റെതായാലും അതുപോലെ തന്നെ രാമായണത്തിൻ്റെതായാലും അത് പ്രാദേശികങ്ങളായിരിക്കുന്ന, ഇപ്പോൾ മലയാളം പ്രാദേശിക ഭാഷയായിരിക്കുന്ന കേരളത്തിലാണ് നിജാനന്ദ സരസ്വതി സ്വാമിയായ എൻ്റെ എന്താ പറയുക ജീവിതം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സരളവും സുഗമവുമായിരിക്കുന്ന ഭാഷ മലയാളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മലയാളത്തിൻ ഭാഷയിലാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ വേദം നമ്മളിപ്പോൾ അത് സംസ്കൃതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സംസ്കൃതമൊക്കെ പഠിച്ച് അങ്ങനെ അത് വേണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിൽ 1ാം ക്ലാസ് മുതൽ തന്നെ സംസ്കൃതം നിർബന്ധമായും പഠിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയോ നിയമമൊക്കെ വരികയാണെങ്കിലാണ് സംസ്കൃതം സ്കൂളിൽ പഠിക്കുന്നവർക്കെങ്കിലും മനസ്സിലാക്കുവാൻ പറ്റുന്നൊരു വിഷയമാവുക, അല്ലെങ്കിൽ ഒരു ഭാഷയാവുക. പൂർവാശ്രമത്തിൽ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അന്നത്തെ അധ്യാപകർ ക്ലാസ്സിൽ വന്ന് ചോദിക്കുമായിരുന്നു, മലയാളം പഠിക്കണോ സംസ്കൃതം പഠിക്കണോ? സംസ്കൃതം വേണ്ടവർ എഴുന്നേൽക്കുക. പക്ഷേ അന്ന് ഞാൻ ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കണം എന്നുള്ള രീതിയിൽ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും എഴുന്നേൽക്കാനായി. അങ്ങനെ ആ ഡിവിഷൻ മുഴുവൻ
പിന്നെ സംസ്കൃതം ഡിവിഷനായിട്ട് മാറുകയാണ് ചെയ്തത്, എ ഡിവിഷൻ എന്നുള്ള രീതി. അപ്പൊ അത് നമുക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം, അവകാശം ഉണ്ടായിരുന്നു ഏത് ഭാഷ പഠിക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ സംസ്കൃതം എല്ലാവർക്കും പഠിക്കുവാൻ പറ്റുകയില്ല. ഇപ്പൊ അതിൽ ഗ്രീക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടായിരിക്കും, അറബ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടായിരിക്കും, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോ ഒരു നിർബന്ധിതമായിരിക്കുന്ന ഒരു നിയമം, ഏതെങ്കിലും ഭാഷ പഠിക്കണം എന്നുള്ള വ്യവസ്ഥിതി ഉള്ളപ്പോഴാണ് എല്ലാവർക്കും നമുക്ക് സംസ്കൃതം അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മുതലായിരിക്കുന്ന ഭാഷയെ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തലത്തിലെങ്കിലും എല്ലാവർക്കുമായിട്ട് ലഭിക്കുകയും. അപ്പൊ ഇവിടെ വേദം പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രാദേശികമായിരിക്കുന്ന നമ്മുടെ ഭാഷകളിൽ അതാത് ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരിക്കുന്ന മഹാത്മകള് നമുക്ക് ആത്മീയ തത്വങ്ങളുടെ, രഹസ്യങ്ങളുടെ അറിവുകളെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ അവയെല്ലാം പഠിച്ചാലും മതി. പിന്നെ നമുക്ക് പരിചയമുള്ള ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ സന്ദർശിച്ച് അവൾ നീക്ഷയും ഉപദേശമൊക്കെ സ്വീകരിച്ച് നമ്മൾ അത്തരത്തിലൂടെ അങ്ങോട്ട് ജീവിച്ചു പോകേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ വേദം പഠിക്കണം, പിന്നെ പശുവെ വളർത്തണം. കാരണം നമ്മുടെ ഇതിൽ പഞ്ചയജ്ഞങ്ങളിൽ ഒന്ന് ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞത്തില് നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ടുണ്ട് എന്താണ്, നമ്മൾ പശുവെ, ഗോവിനെ എന്താണ്, പശുവിന്റെയും തുളസിയുടെയും ആലിന്റെയും ഒക്കെ അടുത്ത ജന്മം മനുഷ്യജന്മമാണെന്നുള്ളതാണ് നമ്മുടെ സംസ്കാരപ്രകാരമുള്ള നമ്മുടെ അറിവും വിശ്വാസവും. അതുകൊണ്ടാണ് അവയെ കൊല്ലാനും വെട്ടാനും തിന്നാനും ഒന്നും പാടുകയില്ല എന്ന് നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അനുശാസിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസികൾക്കാണ് അത് വാസ്തവം വെച്ചാൽ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതീയമായിരിക്കുന്ന ദർശനങ്ങൾ പിൻപറ്റുന്നവർക്കേ അത് സ്വീകാര്യമാവുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഇസ്ലാം മതം അതുപോലെ ക്രിസ്ത്യൻ മതം തുടങ്ങിയിരിക്കുന്ന മറ്റു മതസ്ഥർക്ക് ഇപ്പോൾ അവർക്കെന്താണ്, പശു അതായത് പോത്ത് അതുപോലെ പന്നി അവയൊക്കെ കൊല്ലുന്നതിലും തിന്നുന്നതിലും അവർക്ക് അവരുടെ മതം വിലക്ക് വാസ്തവത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മതങ്ങൾ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്നവരെ ഒരു നിഷ്ഠയുള്ള വ്യക്തികളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ വിശ്വസിക്കുന്നവർക്കാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോ വേദം പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അതാത് പ്രാദേശിക ഭാഷകളിലുള്ള ശാസ്ത്രങ്ങളുടെ അറിവുകളെങ്കിലും മനസ്സിലാക്കുക, ആത്മീയപരമായ ശാസ്ത്രങ്ങളുടെ അറിവുകൾ മനസ്സിലാക്കുക, പിന്നെ അറിവാർജിക്കുക, പിന്നെ എന്താണ് സഹജീവികളെയും അതുപോലെ മറ്റ് മൃഗങ്ങളെയും നമ്മൾ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, തിന്നാതിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സത്വഗുണം വളർത്തുക. അപ്പോൾ അതിനെ നമ്മുടെ സംസ്കാരത്തിലെ യജ്ഞവും ദാനവും തപസ്സുമാണ് പറയുന്നത്. പലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടാണ് യജ്ഞം, പിന്നെ ദാനം, പിന്നെ തപസ്. ഇത് ആചരിക്കുമ്പോൾ സത്വഗുണം തീർച്ചയായിട്ടും വളരും. പിന്നീട് ഗോവിന്ദാഭിഷേകത്തെയാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ അതുവരെ ഉണ്ടായിരിക്കുന്ന ദിവ്യലീലകളെല്ലാം ഗോപന്മാരും ഗോപികളും നന്ദരോട് പറയുകയാണ്. അപ്പൊ അവര് നന്ദരോട് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണൻ ആരാണ്. അപ്പൊ ഗർഭമഹർഷി രചിച്ച ജാതകം വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കി അവരെല്ലാം ഭഗവാനെ കൂടുതൽ സ്നേഹിക്കുവാനും തുടങ്ങുന്നുണ്ട്. അപ്പൊ വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ഗോവിന്ദാഭിഷേകം നടക്കുന്നത്. ആ ഗുരുവായൂർ ഏകാദശിയും അതുപോലെ ഗീതോപദേശം നടന്നതൊക്കെ വൃശ്ചിക മാസത്തിലാണെന്ന് നമ്മുടെ കാലങ്ങളായിട്ട് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വിശ്വസിച്ചു പോരുന്നുണ്ട്. അങ്ങനെ സുരഭിയും എന്ന് വെച്ചാൽ ഗോമാതാവും കാമധേനുവും അപ്രകാരം തന്നെ ദേവേന്ദ്രനും എല്ലാം എത്തിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്, അഹങ്കാരമില്ലാതെ അവനവന്റെ കർത്തവ്യകർമ്മങ്ങൾ എന്നിൽ അർപ്പിച്ച് ചെയ്താൽ മതി, എന്നാൽ ഞാൻ എല്ലാവരിലും പ്രസാദിക്കുന്നതാണ്. സത്വഗുണം വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവനവന്റെ സ്വധർമ്മത്തെ ഈശ്വരധർമ്മമായിട്ട് ഈശ്വര പൂജയായിട്ട് അറിഞ്ഞുകൊണ്ട് അഹങ്കാരമില്ലാതെ ആചരിച്ചാൽ മതി, പാലിച്ചാൽ മതി.
അപ്പോ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരുടെയെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ദണ്ഡപാണിയായിട്ട് എല്ലാവരുടെയും കൂടെയുണ്ട്. ഗുരു ദണ്ഡപാണിയായിട്ട്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരുടെ ദൃഷ്ടിയിലാണെങ്കിലും, കാരണം നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ ശരിയാണെന്ന് തോന്നുന്നത് എല്ലാവരുടെയും ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ പലരുടെയും ദൃഷ്ടിയിൽ ശരിയാണെന്ന് തോന്നിക്കൊള്ളണമെന്നുമില്ല. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ, അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവരത് ശരിയാണ് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ യഥാർത്ഥ ശരി തെറ്റുകളെ അറിഞ്ഞവരാണെങ്കിൽ എന്താണ്, ആര് ശരിയെന്നും ആര് തെറ്റിയെന്ന് പറഞ്ഞാലും നമ്മുടെ സമചിത്തത നഷ്ടപ്പെടുവാൻ പോകുന്നില്ല. അപ്പോ ദേവേന്ദ്രനും അതുപോലെ കാമധേനുവും കൂടി, സുരഭി മാതാവും കൂടി നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭൂഭാരഹരണത്തിനായിട്ട് അവതരിച്ച ഭഗവാനെ, അവിടുന്നാണ് ഞങ്ങളുടെ ഈശ്വരൻ. അവിടുത്തെ ഗോവിന്ദമൂർത്തിയായി അഭിഷേകം ചെയ്യാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ കാമധേനു അകറ്റിൽ നിന്നും ദിവ്യമായ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു. ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിനാൽ ഗംഗാജലം കൊണ്ടും അഭിഷേകം ചെയ്തു. ഈ സമയത്താണ് ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന നാമകീർത്തനങ്ങളെ നാരദാദികളെല്ലാം ആലപിക്കുകയുണ്ടായി. അങ്ങനെ ദേവന്മാര് പാരിജാത പുഷ്പങ്ങൾ വർഷിക്കുന്നുണ്ട്, ദേവസ്ത്രീകൾ നർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ സുരഭി സമേതം ഇന്ദ്രാദികള് തിരിച്ചു പോവുകയും ചെയ്തു. ഇതിനു ശേഷമാണ് വൃന്ദാവനത്തിലെ ഐശ്വര്യം വർദ്ധിക്കുന്നത്. അപ്പോ നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്ഥലത്തും ഐശ്വര്യം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തില് യഥാർത്ഥ ധർമ്മം ആചരിക്കുകയും അതുപോലെ ആ ഈശ്വരാഭിമുഖമായിട്ട് ഗുരു ഉപദേശിച്ചു തന്നിരിക്കുന്ന ആ ദീക്ഷയുടെ വിധി അനുസരിച്ച് നമ്മൾ ഉപാസനയും ചെയ്ത് ആരാധനയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഐശ്വര്യവും അഭിവൃദ്ധിയും പതുക്കെ 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 നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് വരിക. ഇവിടെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ, അതുപോലെ ബ്രാഹ്മണരെ, അതുപോലെ വേദങ്ങളെ, അതുപോലെ ഭൂമിയെ പാലിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗോവിന്ദൻ എന്നുള്ള ശബ്ദത്തിന്റെ ഇത്. പിന്നീട് ഏകാദശി നന്ദഗോപര് വ്രതമെടുത്തതിന്റെ കഥയാണ് പറയുന്നത്. കഥ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അവൻ ഏകാദശി ദിവസം ഉപവസിച്ച നന്ദഗോപര് ദ്വാദശിയിലെ ബ്രാഹ്മമുഹൂർത്തമാകാതെ കാളിന്തിയിലേക്ക് പോവുകയാണ്. അപ്പൊ അസമയമായതുകൊണ്ട് വരുണഭൃത്യന്മാര് വരുണലേഖത്തേക്ക് നന്ദഗോപരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഭഗവാൻ അവിടെ വരുണലോകത്തിലെത്തിയിട്ട് പിതാവിനെ തിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണന്റെ സ്വന്തം ലോകം കാണാൻ അവിടെ ഗോകുലവാസികൾക്കെല്ലാം ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ എല്ലാവർക്കും അത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അവിടെ കാളിന്തിയിൽ ആ ബ്രഹ്മഹൃതത്തിൽ മുങ്ങി അവരെല്ലാം വൈകുണ്ഠം കണ്ടു എന്നൊക്കെ നമ്മൾ കഥ ഇവിടെ ശ്രവിക്കുകയുണ്ടായ. അപ്പൊ ഇവിടെ ഏകാദശി വ്രതത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ഏകാദശി? ഏകാദശി വ്രതം എന്ന് പറയുമ്പോ ഏകാദശങ്ങളുടെ നിയന്ത്രണമാണ് ഏകാദശി വ്രതം. ഇപ്പൊ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന് വെച്ചാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും പ്ലസ് മനസ്സ്, ഇതാണ് ഏകാദശങ്ങൾ. ഇവയുടെ മുകളിലുള്ള സമ്പൂർണ്ണ നിയന്ത്രണത്തിന് വേണ്ടി ആചരിക്കുന്ന വ്രതമെന്തോ, ആചരിക്കുന്ന ധർമ്മമെന്തോ, പാലിക്കുന്ന നിഷ്ഠയെന്തോ, അതാണ് ഏകാദശി വ്രതത്തിന്റെ സാരം, പൊരുൾ. അപ്പൊ നമ്മുടെ മനസ്സിനെയും അതുപോലെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആചരിക്കുന്ന ധർമ്മം അതാണ്.
കാരണം ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി ചെയ്യുന്ന ഈശ്വര ആരാധനയാണ് ഏകാദശി വ്രതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ നന്ദഗോപര് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്? നന്ദഗോപര് ഏകാദശി വ്രതത്തെ ആചരിച്ചു എന്നാണ് നമുക്കറിയാം. അപ്പൊ നന്ദഗോപര് എന്ന് പറയുമ്പോ ആനന്ദത്തെ ഗോപനം ചെയ്തവനാണ്. ഇപ്പോ വ്യക്തികളെല്ലാം, ജീവന്മാരെല്ലാം അവരുടെ നിജബോധമായിരിക്കുന്ന ആത്മാനന്ദത്തെ ശരീരബോധം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നവരാണ്, അറിയാതിരിക്കുന്നവരാണ്. എല്ലാവരും ആനന്ദത്തെ അറിയാതിരിക്കുവാൻ കാരണം എന്താ? ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത കൊണ്ടാണ്. അപ്പൊ ഇവിടെ വ്രതത്താൽ വാസന ക്ഷയിച്ച് ഈശ്വരാനുഭൂതി വന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കി തീർക്കുന്നതാണ് ഇവിടത്തെ ഏകാദശി വ്രതവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വരുണലോക ഗമനവും പുനരാവർത്തി തിരിച്ചു വരലൊക്കെ. അപ്പോ വാസനാക്ഷയവും മനോനാശവും വേദാന്ത ദൃഷ്ടിയിൽ ജ്ഞാനം ബോധിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ്? ജ്ഞാനം ബോധിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് മനോനാശവും വാസനാക്ഷയവുമാണ്. അപ്പൊ അതിന്റെ താല്പര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മഹൃദത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാനെ കണ്ടു, വൈകുണ്ഠത്തെ കണ്ടു എന്നാണ്. എന്താണ്? ഈശ്വര സാക്ഷാത്കാരമാകുന്ന കയം. അപ്പൊ കയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴമളക്കാൻ കഴിയാത്തിടം. മനുഷ്യ മനസ്സിന്റെ ആഴമളക്കാൻ ആർക്ക് പറ്റും? പറ്റുമോ? അവരവര് വെളിപ്പെടുത്തുന്നത് മാത്രമല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റൂ. വെളിപ്പെടുത്താത്ത ഭാഗം ആർക്കറിയാൻ പറ്റും? അപ്പോ ആഴമളക്കാൻ കഴിയാത്ത കയം, അല്ലെങ്കിൽ ആഴമളക്കാൻ കഴിയാത്ത ഇടമാണ് കയം. അത് മനുഷ്യ മനസ്സ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഭൂതാകാശം, ചിത്താകാശം, ദഹരാകാശം, ചിതാകാശം എന്നുള്ള രീതിയിൽ ഇത് ദഹരാകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ശുദ്ധമാകണം എന്ന് വെച്ചാൽ മനസ്സ് ശുദ്ധമാകണം. അപ്പൊ ബ്രഹ്മ ഹൃദാനുഭൂതി ഇല്ലാത്തതിനാലാണ് നമുക്ക് വിഷയചിന്തയുണ്ടാകുന്നത്. ലഹരി കഴിക്കാനും അതുപോലെ എന്താ പറയുക, നമ്മുടെ സംസ്കാരം നിഷേധിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനും അതുപോലെ വ്യവഹാരം പാലിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്രഹ്മഹൃദാനുഭൂതി നമുക്ക് സ്വബോധമായിട്ട് പ്രകാശിക്കാത്തത് കൊണ്ടാണ്. പിന്നെ വരുണരോഗത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലീലയ്ക്കുള്ള യോഗ്യത ഏകാദശി വ്രതം കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ്. ഏകാദശി വ്രതം കൊണ്ട് എന്താണ്? യഥാർത്ഥത്തിൽ ഭഗവാനെ, അതായത് ഈശ്വരീയമായ ശക്തിയെ, അതായത് ഈശ്വരീയമായ സത്യത്തെ അറിയുവാനുള്ള പാകത നേടി. അങ്ങനെ ഏകാദശി വ്രതം കൊണ്ട് എന്താണ്? വാസനാനാശവും മനോനാശവും വാസനാക്ഷയവും, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നേടിയപ്പോഴോ ഇനി രാസലീലയ്ക്കുള്ള യോഗ്യതയാണ്. ഇനിയാണ് നമുക്ക് രാസലീലയുടെ തത്വം വ്യക്തമാക്കേണ്ടത്. ആയതിന്റെ കഥ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മള് ആ ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം മുതൽക്ക് എത്രയാണ്? 24-25 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കഥകളുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? സാധകന്റെ അല്ലെങ്കിൽ ആസ്വാദകരുടെ അല്ലെങ്കിൽ അനുവാചകരുടെ ഹൃദയം ശുദ്ധമായി. ഹൃദയം ശുദ്ധമാകുമ്പോഴോ രാസലീല, രാസലീലയ്ക്ക് പക്വമായി, പാകതയായി, യോഗ്യതയായി. അതാണ്. ഇനിയിപ്പോ നമുക്ക് ആ രാസലീലയുടെ ഒരു ചെറിയ താല്പര്യം നമുക്ക് ഇവിടെ ഒന്ന് ചിന്തിക്കാം. അതായത് അത് ഹൃദ്രോഗങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന പഞ്ചാധ്യായിയായിട്ടാണ് പറയുന്നത്. ഈ ഹൃദ്രോഗം, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയും, നമ്മുടെ എന്താണ് ഈ ഹൃദയവേദന എന്നൊക്കെ ഇപ്പൊ പലരും പറയും. വാസ്തവത്തിൽ എന്താണ്? തുറന്ന് പെരുമാറാത്തവർക്ക്,
ആണ് വാസ്തവത്തിൽ തുറന്ന് ചിരിക്കാത്തവർക്ക്, ഹൃദയം തുറക്കാത്തവർക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദ്രോഗത്തിനുള്ള പരിഹാരം എല്ലാ ഹൃദയ രോഗങ്ങളെയും മാറ്റുന്നതാണ്. എന്ത്? ഈ രാസലീലയുടെ പഞ്ചാധ്യായം എന്ന് വെച്ചാൽ 5 അധ്യായങ്ങൾ. ഇവിടെ പ്രത്യേകിച്ച് ഇത് കാമ പ്രകരണത്തിൽ പ്രസക്തമാണ് രാസലീലയിൽ വരുന്ന 5 അധ്യായങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ ജീവന്മാർക്ക് ആരും പഠിപ്പിക്കാതെ പഠിക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ് പറയാൻ പറ്റുമോ? അതാണ് ശ്വാസോച്ഛ്വാസം. അതിപ്പോ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കണോ? പഠിപ്പിക്കണ്ട. എന്നതുപോലെ തന്നെ ഒരു പ്രജ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു 10, 13, 10, 14, 10, 15, 10, 16 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മനസ്സുകൊണ്ടെങ്കിലും ഇണയെ തേടി പോകും, ഇണയെ കാക്ഷിക്കും. എന്ന് വെച്ചാൽ കാമം, മോഹം, ആഗ്രഹം. സ്ത്രീ പുരുഷന്മാരിൽ പരസ്പരം സുഖിക്കണം എന്നുള്ളൊരു മോഹം. ഇതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രായമായി കഴിഞ്ഞാൽ തന്നെ മനസ്സിലങ്ങോട്ട് ഉണ്ടായിക്കൊള്ളും. അപ്പൊ അങ്ങനെയുള്ള വികാരത്തെ നമ്മൾ സപ്രസ് എന്ന് വെച്ചാൽ ഇവിടെ അടിച്ചമർത്തുകയാണ്. ധർമ്മത്തിന്റെയും ശാസ്ത്രത്തിന്റെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ. അതങ്ങനെ വേണം, വേണ്ടാന്നല്ല പറയുന്നത്. കാരണം നമ്മുടെ സംസ്കാരത്തിൽ വാസ്തവത്തിൽ അടിച്ചമർത്തലല്ല, സബ്ലിമേഷനാണ്. എന്നുവെച്ചാൽ സപ്രഷൻ എന്ന് പറയുന്ന അടിച്ചമർത്തല, സബ്ലിമേഷൻ. അതിന് ഉദാത്തവൽക്കരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ ഉദാത്തവൽക്കരിക്കണം എന്നുള്ള ധർമ്മം, വ്യവസ്ഥ, അത് നമ്മുടെ ഗുരുജനങ്ങള് അറിവുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്, അതാരെയും പഠിപ്പിക്കുന്നില്ല. ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ ഇപ്പൊ കാമം അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? വാസ്തവത്തില് വാത്സ്യായന പ്രവൃത്തികളുടെ ആ എന്താ പറയാ, അവരുടെ ഒരു സമീപനത്തെക്കാൾ ഉദാത്തമായിരിക്കുന്ന, അവാച്യമായിരിക്കുന്ന ആനന്ദം ഭഗവാൻ ലീലയിലൂടെ ഗോപികകൾക്ക് കൊടുത്തു എന്നാണ് വ്യാസമഹർഷി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാത്സ്യായന മഹർഷിയുടെ കാമസൂത്രമാണ് ഇപ്പൊ നമ്മളെ ലൈംഗിക ശാസ്ത്രത്തിലെ വളരെ, അത് സ്വദേശികളായാലും വിദേശികളായാലും ഏത് ദേശികളായാലും കാമശാസ്ത്രത്തിന്റെ പേരിൽ ആധികാരികമായിട്ട് പഠിക്കുന്ന ഗ്രന്ഥം നമ്മുടെ വാത്സ്യായന കാമസൂത്രമാണ്. അത് നന്ദികേശ്വരൻ എന്ന് പറയുന്ന ശിവപെരുമാൾ എന്ന് വെച്ചാൽ ശിവശക്തിയായുക്തോ എന്ന് നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും പാറാവുകാരനായിരുന്ന, കാവൽക്കാരനായിരുന്ന, അല്ലെങ്കിൽ വാഹനമായിരുന്ന നന്ദികേശ്വരൻ ലക്ഷക്കണക്കിന് വർഷം അവരുടെ ദാമ്പത്യ ലീലയെ കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി എന്നാണ് പറയുന്നത്. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് ഈ രാസലീലയിലൂടെ എന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ നിന്ന് എന്താണ് നമുക്ക് ബോധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഹൃദ്രോഗങ്ങൾക്ക് കാരണം എന്താണ്? കാരണം ഹൃദ്രോഗങ്ങളെ നശിപ്പിക്കുന്നതാണ് ഈ രാസലീല 5 അധ്യായം. അപ്പോ ഹൃദ്രോഗങ്ങൾക്ക് കാരണം എന്താണ്? രാഗദ്വേഷങ്ങളാണ്. ഇഷ്ടം, അനിഷ്ടം. അതെനിക്കിഷ്ടമാണ്, ഇതെനിക്കിഷ്ടമല്ല, അതാണ് ശരി, ഇത് തെറ്റാണ്. അങ്ങനെയുള്ള ഈ ശരി തെറ്റുകളും പാപപുണ്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ കണ്ടും കേട്ടും, കാരണം ഇവിടെ ഈ ശാസ്ത്രത്തിന്റെ വേറൊരു തലത്തിൽ നമ്മളിപ്പോ ഉയർന്നു ചിന്തിക്കുമ്പോഴെന്താണ്, ഇവിടെയുള്ള എല്ലാ വിദ്യകളെയും അവിദ്യയായിട്ടാ പറയുന്നത്. കാരണം ബ്രഹ്മദർശനത്തിൽ, ബ്രഹ്മവിദ്യയുടെ വീക്ഷണത്തിൽ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ, കാരണം ബ്രഹ്മത്തെ ഇച്ചിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വേറൊരാൾക്കും വാക്കുകളെ കൊണ്ടോ ഈ ഒന്നിനെ കൊണ്ടോ വ്യക്തമാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ കഴിയാത്ത സത്തയാണത്രേ, അല്ലെങ്കിൽ സത്തയാണ് എന്ത്? ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മത്തെ അങ്ങനെ ആർക്കും അറിയിപ്പിക്കാൻ പറ്റില്ല. അത് സ്വയം അനുഭവവേദ്യമാണ്. ആ അനുഭവവേദ്യം എന്ന് പറയുമ്പോൾ അനുഭവാതീതമായിരിക്കുന്ന ഒരു തത്വമാണത്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്ന
നമ്മുടെ എല്ലാ വിഷയങ്ങളും വാസ്തവത്തിൽ എന്താണ്? അവിദ്യയാണ്. അപ്പൊ ഈ രാഗദ്വേഷങ്ങളാകുന്ന കാരണം എന്താണ്? അവിദ്യയാണ്. കാരണം ആത്മാവില് എന്നുവെച്ചാൽ സ്റ്റിൽനെസ്, നിശ്ചലതയാണ് യഥാർത്ഥത്തിൽ ആത്മീയത അല്ലെങ്കിൽ ഈശ്വരീയത. അതിനെ ബോധിച്ച ഋഷീശ്വരന്മാരാണ് അപ്പൊ ചലനത്തിൽ ധർമ്മം പാലിക്കണം, വർണ്ണാശ്രമധർമ്മം എന്നൊക്കെ പറഞ്ഞ് ആദിധർമ്മം എന്താണോ വേദം പറഞ്ഞിരിക്കുന്നത് ആദിധർമ്മം, എന്താണോ വേദം നിഷേധിച്ചിരിക്കുന്നത് അത് അധർമ്മം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂലോകത്തിൽ, ഈ മനുഷ്യകുലത്തിൽ ഒരു ശാന്തിയും സമാധാനവും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്ന വിഷയത്തിലും അതുപോലെ വെള്ളം തന്നെയാണ്. എന്ത്? പച്ചവെള്ളം, ജലം ആയാലും ശരി, കള്ളമായാലും ശരി, പിന്നെന്തൊക്കെയാണ്, ഇനിയിപ്പോ കൊക്കക്കോളയായാലും ശരി, അതൊക്കെ എന്താണ്? വാസ്തവത്തിൽ വെള്ളം. അപ്പൊ അത് ലഹരി. ഇപ്പൊ ചെളിവെള്ളം ആയാലും ശരി, ശുദ്ധവെള്ളം ആയാലും ശരി, കുടിക്കുന്ന എന്തിനു വേണ്ടിയാ? ദാഹം തീർക്കാൻ. ഇനിയിപ്പോ ആഹാരം, പച്ചക്കറി ആയാലും ശരി, മാംസക്കറി ആയാലും ശരി, കഴിക്കുന്ന എന്തിനാണ്? വിശപ്പ്, അത് തീർക്കാനാണ്. അപ്പൊ ഈ ദാഹം, അതുപോലെ ഈ വിശപ്പ്, പിന്നെ എന്താണ്? ശോകം, മോഹം. അപ്പോ ഈ ശോകമോഹങ്ങളും ഇതൊക്കെ വാസ്തവത്തില് ഏതൊരു ജീവനിലും സഹജമായിട്ടുള്ളതാണ്. അപ്പൊ ഈ സഹജമായിട്ടുള്ള വികാരത്തെ സബ്ലിമേഷൻ ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ആത്മീയ സാധന ചെയ്യുന്നവരാകുന്നത്. അപ്പോ ഇവിടത്തെ എന്താ പറഞ്ഞത്? ഇത് ഇനി പിന്നെ നമുക്കൊന്ന് അറിയേണ്ടത് ഇതെന്താ? ഭഗവാന്റെ 9ാമത്തെ വയസ്സിൽ നടക്കുന്ന ലീലയായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന രീതിയിൽ 9ാമത്തെ വയസ്സിൽ ഒരു കാമലീല അല്ലെങ്കിൽ ഒരു രതിലീല ഉണ്ടാകുമോ? അതിനെ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത് എന്താണ്? അതായത് നമ്മുടെ ഋഷികള്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ അറിയുവാൻ കഴിഞ്ഞിട്ടുള്ള ആനന്ദത്തിന്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന തലത്തെ അവൻ രതിസുഖത്തിലൂടെ അറിയുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ എന്താണ്? ഇതിനു മുമ്പ് തരുണികളെ എന്ന പോലെ പ്രൗഢകളെ ഒക്കെ ഉല്ലാസങ്ങളിലൂടെ ഭഗവാൻ അനുഗ്രഹിച്ചതായിരിക്കുന്ന കഥ ഇപ്പൊ നമ്മളിവിടെ വിപ്രപത്നി അനുഗ്രഹം മുതലായിരിക്കുന്ന, അതുപോലെ ഗോപികളുടെ വസ്ത്രാപകരണം തുടങ്ങിയിരിക്കുന്ന മറ്റ് പല ലീലകളുടെയും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഉല്ലാസത്തെ കുറിച്ച് വാസ്തവത്തിൽ എവിടെയാണ് കാര്യമായിട്ട് പറയുന്നത്? അത് നമ്മുടെ കൗള ഉപാസനയിലാണ്, അതായത് കൗള പൂജയിലൊക്കെയാണ്, കൗളതന്ത്രത്തിൽ അല്ലെങ്കിൽ ശ്രീവിദ്യാതന്ത്രത്തിലൊക്കെ. അവിടെയൊക്കെ വാസ്തവത്തിൽ പ്രധാനമായിട്ട് എന്താണ്? 8 ഉല്ലാസങ്ങളൊക്കെയാണ് പറയുന്നത്. 7 അതായത് ആരംഭം, തരുണം, യൗവനം, പ്രൗഢം, പ്രൗഢാന്തം, ഉന്മന, മനോല്ലാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഉല്ലാസങ്ങൾ പലതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ശ്രീവിദ്യാഭാസകരൊക്കെ ഇപ്പൊ ഇവിടെ നമ്മുടെ ആശ്രമത്തിലേക്ക് ഇപ്പൊ എന്നെയൊക്കെ സന്ദർശിക്കാൻ വരുമ്പോ അവര് പറയാറുണ്ട്, നമ്മുടെ ശ്രീകൃഷ്ണനുണ്ടല്ലോ സ്വാമി യഥാർത്ഥ കൗളനായിരുന്നു എന്നാ പറയുന്നത്. യഥാർത്ഥ കൗളസാധകനായിരുന്നു അത്രേ. അത് വേറെ വിഷയം. എന്ന പോലെ അവർ യേശുദേവനെയും പറയുന്നുണ്ട്. യേശു ആനന്ദനാഥൻ എന്തൊക്കെയാ അവർ പറയുന്നുണ്ട്? യേശു കൗളവിദ്യ ചെയ്തിരുന്ന, അതുപോലെ നബിയെയും വരുന്നവരൊക്കെ പറയുന്നത് ഇവിടെ പ്രവാചകന്മാരായാലും ശരി, അതുപോലെ ദിവ്യപുരുഷന്മാരായാലും ശരി, എന്തിനേറെ നമ്മുടെ ഇതിലെ ആചാര്യസ്വാമികളായാലും ശരി, അവരൊക്കെ ശ്രീവിദ്യോപാസകരായിരുന്നു എന്നാ പറയണത്. അപ്പൊ നമ്മൾ സന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഭഗവാന്റെ 9ാമത്തെ വയസ്സിലുണ്ടായ ആ ശരത്കാലത്തെ പൗർണമിയിലെ ഭഗവാൻ രാത്രിയിലെ കാളിന്തിയിലെത്തി വേണുഗാനം ചെയ്തു. കഥ ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഭഗവത് സന്നിധിയിലെത്തി. അപ്പോ തടയപ്പെട്ടവര് പാപപുണ്യങ്ങളെയും അതിവർത്തിച്ച് അവർ ലയമുക്തി അടഞ്ഞത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ശിശുപാലന്റെ ക്രോധം, കംസന്റെ ഭയം, ഗോപികളുടെ കാമം, ഇവയെല്ലാം ശ്രീകൃഷ്ണ പ്രാപ്തിയിൽ സമമാണെന്ന് വേദവ്യാസ മഹർഷി ശുഖബ്രഹ്മർഷിയിലൂടെ നമുക്ക് ബോധിപ്പിക്കുകയാണ് ചെയ്തത് നമ്മളോട്. അപ്പോ കാരണം ഭാവനയ്ക്ക് ദൃഢത വന്നാൽ മതി. ഭാവോഹി ഭവകാരണം, ഭാവനയാണ്. ഇമാജിനേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭവിച്ചതിന് കാരണം, അതായത് സംഭവിക്കാൻ പോകുന്നതിന് അല്ലെങ്കിൽ സംഭവിച്ചതിന് അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് കാരണം. അപ്പൊ ഭാവനയെ അങ്ങോട്ട് മാറ്റിയാലോ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും
നമ്മുടെ സമൂഹത്തിലും അതിൻ്റെതായ മാറ്റമുണ്ടാകും. അപ്പൊ ഭഗവാൻ രാത്രിയിൽ ഭഗവാന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന ഗോപികമാരോട് എന്താ പറഞ്ഞേ? രാത്രിയിൽ ഈ സമയത്ത് നിൽക്കുന്നത് നന്നല്ല, ബന്ധുക്കൾ അന്വേഷിക്കും, അവരെ വിഷമിപ്പിക്കരുത്, ഭക്തി കൊണ്ട് വന്നതെങ്കിൽ നന്നായി. കാരണം ബുദ്ധിയുള്ള ആളുകള് എന്നില് ഭക്തി സമ്പാദിക്കുന്നുണ്ട്. അപ്പോ ഭക്തിക്ക് വാസ്തവത്തിൽ എന്താണ് ആവശ്യം? മാനസികമായ അടുപ്പാണ്, ശാരീരികമായ അടുപ്പല്ല. അതാണ്, മാനസികമായ അടുപ്പമാണ് ആവശ്യം. അപ്പോ ഭഗവാൻ അതുകൊണ്ട് എന്താ ഭഗവാൻ പറയണത്? എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ, വന്നിടത്തേക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറയാം. അത് കേട്ടപ്പോഴോ സർവസ്വവും തിരിച്ചു വന്ന തങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് അവര് ഭഗവാനോട് പറയാണ്. പിന്നെ പറയാ, പതിയിലും പുത്രന്മാരിലും മക്കളിലും ഒക്കെ അങ്ങയുടെ അംശമുള്ളത് കൊണ്ടല്ലേ ഭഗവാനെ ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നത്. പൂർണ്ണമായും അങ്ങയെ ഉപാസിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവർ, സാധുജനങ്ങൾ, സന്യാസിമാർ, യഥാർത്ഥ ബ്രാഹ്മണ പുരോഹിതകൾ. അല്ലാതെ ഉപജീവനത്തിന് വേണ്ടി വൈദിക ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നവരല്ല ഉദ്ദേശിക്കുന്നത്. അവരാണെങ്കിൽ എന്താണ്, സന്യസിക്കണം എന്നുള്ള ഭാവത്തില് വേദാന്തോ ബ്രഹ്മവിദ്യ പഠിച്ചാലും പഠിപ്പൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കല്യാണം കഴിച്ച് പുരോഹിതന്മാരാവും. അപ്പൊ അങ്ങനെ ഉപജീവനത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ ഉദരപൂർണത്തിനും അതുപോലെ നമ്മുടെ മറ്റ് ലൗകിക ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ശാസ്ത്രം പഠിച്ചാൽ എന്താണ്, അത് നമ്മുടെ പൂർവികന്മാർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പഠനമൊന്നും ആവില്ല. ആത്മാവിനെ അറിയുവാൻ വേണ്ടിയിട്ട്, അത് അറിയുവാൻ കഴിയോ അറിയുവാൻ കഴിയില്ല പിന്നത്തെ വിഷയം. അപ്പൊ പഠിക്കുന്ന വിദ്യകളെ ആത്മാവിനെ അറിയുവാൻ വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ പറയാണ് ഭഗവാനെ, ഞങ്ങളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കാമാഗ്നിയെ അധരാമൃത ധാരയാൽ അകറ്റേണമേ എന്ന് പറഞ്ഞപ്പോഴാണ് കാമശാസ്ത്രത്തില് വാത്സ്യായനാദി വർണ്ണിക്കുന്നതിലും അവാച്യമായ ആനന്ദം ഭഗവാൻ അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എല്ലാവരിലെയും ആനന്ദത്തിന്റെ രഹസ്യം അതാണ് കൃഷ്ണൻ. ഇപ്പോ അവനവനിലെ ആനന്ദത്തിന്റെ രഹസ്യം യഥാർത്ഥത്തിൽ എന്താണ്? ഈശ്വരനാണ്. ഇപ്പോ എന്താ, അപ്പൊ നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ, മധുരം അതിനനുഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സ് നിശ്ചലമാകുന്നു. മനസ്സ് നിശ്ചലമാകുമ്പോഴോ അത് മധുരമാകുന്ന അനുഭൂതി മാത്രമാകുന്നു. അപ്പൊ അത് അനുഭവിക്കുന്ന സമയത്തെ നമ്മൾ മധുരത്തെ അറിയുന്നില്ല സത്യത്തിൽ. പിന്നെയോ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലത്തെ അത്രയുണ്ടായിരുന്നു, കൂടി കുറഞ്ഞു. അതെന്താണ്? സ്മൃതിയാണ്. അപ്പൊ യഥാർത്ഥ ധ്യാനം അല്ലെങ്കിൽ യഥാർത്ഥ അനുഭവം അല്ലെങ്കിൽ യഥാർത്ഥ ബ്രഹ്മം എന്ന് പറയുന്ന അപ്പൊ വാസ്തവത്തിൽ എന്താണ്? സ്റ്റിൽനെസ്, നിശ്ചലതയാണ്. ആ നിശ്ചലത വളരെ യുക്കായത്തെ, നമ്മളിപ്പോ ഇവിടെ ഗോപികാഗീത ആലപിച്ചു, അത്രയും നിമിഷ നേരത്തേക്കേ ഉള്ളൂ എന്നാ പറയുന്നത്. ആ നിമിഷത്തിന്റെ ദൈർഘ്യം കൂട്ടാനാണ് നമ്മുടെ സാധനകൾ, ആചാരങ്ങളൊക്കെ പാലിക്കുന്നത്. എന്തായാലും ഏറ്റവും അപ്പോ ആനന്ദം ആയിട്ടിരിക്കുന്നത് നമ്മിലെ ആത്മാവ് തന്നെയാണ്. അപ്പൊ അതിനെ നമുക്ക് നമ്മുടെ ശരീരമനോബുദ്ധി ഇന്ദ്രിയം അല്പനേരത്തേക്കെങ്കിലും നിശ്ചലമാകുമ്പോൾ ബോധിക്കുവാൻ കഴിയുന്നു. അത് നമുക്ക് ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് ഇന്നും ഇപ്പോഴും ഇവിടെയും എവിടെയും നമ്മൾ നശിക്കാത്ത സുഖത്തെ അന്വേഷിച്ചു പോകുന്നത്. അപ്പൊ ഇവിടെ ഈ കാമലീലയിലൂടെ എന്താണ്? അതായത് സ്ത്രീയിലുള്ള ആസക്തി പോകണമെങ്കിൽ അതിന്റെ ഒരു രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. സ്ത്രീക്ക് പുരുഷനിലും പുരുഷനിൽ സ്ത്രീക്കുമുള്ള ആസക്തി, കാമാസക്തി, ആ ആസക്തി പോകണമെങ്കിൽ എന്തു പറയുന്നു? കൂടുതൽ ആനന്ദത്തിൽ അത് അനുഭവിക്കാൻ കഴിയണം. അരതിമൂർച്ചയുടെ ഉന്നതമായ തലങ്ങളിൽ അത് അറിയുവാൻ കഴിയുമ്പോഴാണ് അതിൽ നിന്ന് മോചിക്കാൻ പറ്റും. അപ്പൊ അതിനാവശ്യം എന്താണ്? ബ്രഹ്മചര്യമാണ്. അപ്പൊ ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് അതിനെ നമുക്ക് അറിയുവാൻ കഴിയണം. അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സന്യാസിക്കും ബ്രഹ്മചാരിക്കും മാത്രം മതിയോ? പോരാ. ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യമാണ് ഏകപത്നീ വ്രതം.
ഗൃഹസ്ഥയുടെ ബ്രഹ്മചര്യമാണ് പാതിവൃത്യം. ബ്രഹ്മചാരിയുടെയും വാനപ്രസ്ഥന്റെയും ബ്രഹ്മചര്യമാണ് അഷ്ടവിധ മൈഥുനത്യാഗം. സന്യാസിക്കോ ബ്രഹ്മചര്യമല്ല, ബ്രഹ്മനിഷ്ഠയാണ്. എന്ന് വെച്ചാൽ ഈശ്വരനിൽ നിന്നും അന്യമായിട്ട് ഈ ലോകത്തിലെ ദൃശ്യത്തിലോ ശ്രാവ്യത്തിലോ അതുപോലെ സ്പർശത്തിലോ രസത്തിലോ ഒന്നും ഈശ്വരനിൽ നിന്നും അന്യമായിട്ട് യാതൊന്നിനെയും അറിയാത്ത ആ അവബോധം ആർജിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ. അപ്പൊ ഇവിടെ ഈ പറയുന്ന വിഷയസുഖത്തെ നമുക്ക് അതിൻ്റെ ആ അനുഭവത്തിൽ അറിയുവാൻ കഴിയണം. അതിനാവശ്യം എന്താണ്? ഭക്ഷണ നിയന്ത്രണത്തോടുകൂടി ജപാദി അനുഷ്ഠാനങ്ങൾ ചെയ്യണം. എങ്ങനെ ജപിക്കണം, മന്ത്രം എങ്ങനെ ജപിക്കണം, രൂപം എങ്ങനെ ധ്യാനിക്കണം, പൂജ എങ്ങനെ ചെയ്യണം, ഹോമം എങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെ നമ്മുടെ ശാസ്ത്രത്തെ വ്യവസ്ഥ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും അതിന്റെ യഥാർത്ഥ സാരം, തത്വം, രഹസ്യം മനസ്സിലാക്കിയിട്ട് അതും നമ്മൾ പിന്തുടരുക തന്നെ ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞല്ലോ എല്ലാം അവിദ്യയാണ്, ആരോ പറഞ്ഞു പോയിരിക്കുന്ന വാക്കുകളും പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ കലഹിക്കുന്നതും സ്നേഹിക്കുന്നതും. ഇപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ അപ്പൊ അതിനെ നിഷേധിക്കാൻ വരും. എന്തായാലും ഇവിടെ നോക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇവിടെ ഭഗവാൻ അവർക്ക് വശ്യനായെന്ന് അഹങ്കരിപ്പിച്ചപ്പോ അവിടെ അപ്രത്യക്ഷമായ കഥ നമ്മളിവിടെ കേട്ടു. പിന്നെ അപ്പോഴാണ് അവര് പിടിയാനകള് കൊമ്പനാനയെ എന്നതുപോലെ 110 കോടി ഗോപികകളും കൂടി ഭഗവാനെ അന്വേഷിച്ച് നടന്നായിരിക്കുന്ന രംഗം നമ്മളിവിടെ കഥയിലൂടെ കേട്ടു. അങ്ങനെ അവര് സർവ്വതിനോടും കൃഷ്ണനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാവനയിൽ കൂടി അവർ കൃഷ്ണനെ അനുഭവിച്ചു. അപ്പോൾ അവര് പൂതനാമോക്ഷം മുതലുള്ള ബാലലീലകൾ ആടി. കാമുകനെ പോലെ ഭഗവാനെ ഭാവന ചെയ്താൽ ശുദ്ധിയാണ്, കാമുകനോടായാലോ സ്വാർത്ഥതയാണ്, അപ്പൊ ഭഗവാനോടായാലോ നിസ്വാർത്ഥതയാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? അമ്പലത്തിലോ പള്ളിയിലോ ഏതെങ്കിലും വിഗ്രഹത്തിലല്ല. ഇവിടെ പറഞ്ഞില്ലേ തന്നിലെ ആത്മചൈതന്യം, അതിനെ പ്രകാശിപ്പിക്കുന്ന ആ അവബോധം, അതാണത്. അപ്പൊ തന്മയീഭാവം വരാനാണ് അവർ ബാലലീലകൾ ആടിയത്. തന്മയീഭാവം, ആ തന്മയീഭാവത്തെ ഇന്ന് പല ശാസ്ത്രജ്ഞങ്ങളും അംഗീകരിക്കുന്നില്ല. അവരതിനൊക്കെ മാനസികരോഗമായിട്ട് പറയും. ഒരാൾ കൃഷ്ണനെങ്ങനെ ഉപാസിച്ച് ചിലപ്പോൾ അയാൾ ഞാൻ കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് വട്ടായി. പക്ഷേ ആത്മീയശാസ്ത്രത്തിൽ അതിനെ വട്ടായിട്ടൊന്നും പറയുന്നില്ല. വേദാന്ത ദൃഷ്ടിയല്ല പറയുന്നത്, നമ്മുടെ സാധാരണ ദൃഷ്ടിയിൽ അത് തന്മയീഭാവം. അപ്പോ പിന്നെന്താണ് ഇവിടെ ഈ തന്മയീഭാവം വരാൻ വേണ്ടി അവർ ബാലലീലകളാടി. രാധാമാധവന്മാരുടെ പാദചിഹ്നങ്ങൾ അപ്പൊ അവർ ഒന്നിച്ച് കാണുകയുണ്ടായി. അപ്പൊ രാധയുടെ യോഗ്യതയിൽ ഗോപികൾ അവിടെ അഭിമാനിച്ച രംഗം നമ്മൾ കണ്ടു. ശ്രീ രാധയ്ക്കും അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായത് നമ്മൾ കേട്ടു. അപ്പൊ ബോധം കെട്ടിക്കിടക്കുന്ന രാധയെ ഉണർത്തിയതിനു ശേഷം അവർ രാധയോടും കൂടി അന്വേഷിച്ചു. അതാണ് പാറയെപ്പോലും അലിയിപ്പിക്കുന്ന ഗോപികാഗീതം. അപ്പൊ കുറച്ചു മുമ്പേ അപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണ്ടായി, ആലപിക്കുകയുണ്ടായി, ഞാനും പറയുകയുണ്ടായി. ജയരീതീകം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗോപികാഗീതത്തെ ഇവിടെ പറഞ്ഞു. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? ഭഗവാന്റെ ജന്മത്തോടെ എല്ലാവർക്കും സന്തോഷം, ഞങ്ങൾക്ക് ദുഃഖം. ആപത്തുകളിലെല്ലാം ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചു. അത് ഞങ്ങളെ ഇങ്ങനെ ദുഃഖിപ്പിച്ച് കൊല്ലാനാണോ? ഗോപികമാര് ചോദിക്കുക. അങ്ങ് ഗോപബാലനല്ല, സർവത്തിന്റെയും ദ്രഷ്ടാവായ ഈശ്വരനാണ്. അങ്ങില്ലാത്ത നിമിഷം ഒരു യുഗം പോലെയാണ്. അങ്ങുള്ള അത് ഒരു യുഗമാണെങ്കിലോ അതൊരു നിമിഷം പോലെയുമാണ്. അപ്പൊ അഹങ്കാരം നശിപ്പിക്കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിക്കാത്തതെങ്കിൽ അങ്ങൊന്ന് പുഞ്ചിരിച്ചാ പോലെ, ഞങ്ങളുടെ അഹങ്കാരമെല്ലാം പോവുകയില്ലേ? അങ്ങനെ അവർ എല്ലാവരും കൂടി പാദഭക്തിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദുഃഖിച്ചു കരഞ്ഞു തളർന്ന അവർക്ക് മുന്നിൽ ഭഗവാൻ വീണ്ടും പ്രത്യക്ഷമാകുന്നുണ്ട്. അങ്ങനെ രണ്ടും രണ്ടല്ല, എന്നുവെച്ചാൽ സ്ത്രീയും പുരുഷനും രണ്ടല്ല, ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്ന് കാണിക്കുന്ന ആ രംഗം, ആ രാസലീല അവിടെ ആരംഭിക്കുവാൻ തുടങ്ങുകയാണ് പിന്നീട്. അതായത് എന്താണ്? അങ്ങനെ അവര് രാസലീലകളാടി.
അപ്പൊ ഗോപികളുടെ കുജകുങ്കുമാങ്കിതമായ ഉത്തരീയത്തിൽ അവരെല്ലാവരും കൂടി ഭഗവാനെ അങ്ങോട്ട് പിടിച്ചിരുത്തി. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ചോദ്യം ചെയ്യാണ്, ഭഗവാനെ, ചിലർ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നു, അത് സ്നേഹമാണോ എന്ന് ചോദിക്കുക. അപ്പൊ ഭഗവാൻ എന്താ പറയണേ? അല്ല, അത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല, അത് കണ്ടീഷണൽ ലവ് ആണ്. എന്ന് വെച്ചാൽ സ്വാർത്ഥതയോടുകൂടിയ സ്നേഹമാണ്. എന്നുവെച്ചാൽ തൻകാല മനോഭാവത്തിന് അവരിൽ നിന്ന് തനിക്കും ഒരു സുഖം, സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നു. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരെ പാട്ട് പിടിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ്? അതിനു വേണ്ടി സ്നേഹിക്കുന്ന, അതാണ് അങ്ങോട്ട് സ്നേഹിച്ച ഇങ്ങോട്ട് സ്നേഹിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയാണ്, ചിലർ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു, അൺകണ്ടീഷണൽ ലവ്. അപ്പൊ ഭഗവാൻ പറയാണ്, അവിടെ സ്നേഹമുണ്ട്, ഔദാര്യം, മാതാപിതാക്കളുടേതുപോലെ അല്ലേ? അച്ഛനമ്മമാർക്ക് തൻകുഞ്ഞ് അങ്ങനെ തന്നെയാണ്, പൊൻകുഞ്ഞ് തന്നെയാണ് കാക്കയ്ക്ക്, എല്ലാവർക്കും. അപ്പൊ പിന്നെ ചോദിക്കുകയാണ്, ചിലർ ആരെയും സ്നേഹിക്കില്ല, ഇതിലേതാണ് ശരിയായ സ്നേഹം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആരെയും സ്നേഹിക്കാത്തവര് തന്നെ 4 കൂട്ടരുണ്ട് എന്നാ പറയണ. എന്തൊക്കെയാണ്? ആപ്തകാമൻ എന്ന് വെച്ചാൽ കാമം സാധിച്ചവര്, ആഗ്രഹം പൂർത്തീകരിച്ചവര്. പിന്നെ ആത്മാരാമന്മാര് എന്ന് വെച്ചാൽ ആത്മാവിൽ രമിക്കുന്നവര്. പിന്നെയോ കൃതജ്ഞന്മാർ, നന്ദി കെട്ടവര്. പിന്നെയോ മൂഢന്മാർ എന്ന് വെച്ചാൽ ഗുരുദ്രോഹികൾ. ഇവര് ആരും സ്നേഹിക്കില്ല. അവര് വരുന്നത് എന്തിനായിരിക്കും? വിദ്യ നേടാനായിരിക്കും. വിദ്യ നേടിക്കഴിഞ്ഞാലോ പിന്നെ എന്തു ഗുരു, ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോകും. അത് പോട്ടെ. എന്തായാലും ഇവിടെ അങ്ങനെയാണ് ഈ 4 കൂട്ടരെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറയാം, ഈ 4 കൂട്ടരിലും ജ്ഞാനം പ്രകാശിക്കില്ല. പിന്നെ ഭഗവാൻ പറയാണ്, ഞാനിതിലൊന്നും പെടുകയില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇതിൽ ഒന്നിലും പെടുകയില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല, ഉള്ളിലും പുറത്തും ഞാൻ തന്നെ. എന്ന് വെച്ചാൽ ജീവഭാവത്തിൽ ഉള്ളിലും കാലഭാവത്തിൽ പുറത്തും, ഇതാണ് ഈശ്വരൻ. ഉള്ളിൽ ജീവഭാവത്തിൽ ആത്മഭാവം എന്ന് പറയുന്നത്, പുറത്തോ കാലഭാവം. കാലത്തിലല്ലേ ബാല്യം, കൗമാരം, യൗവനം, ജര, നര, വാർദ്ധക്യം, അതുപോലെ ക്ഷയം, മരണം എന്നൊക്കെ പറയുന്ന അവസ്ഥ. അപ്പൊ പുറമേ കാലസ്വരൂപത്തിലും ഉള്ളിൽ ജീവസ്വരൂപത്തിലും, ഈ 2 രൂപത്തിലും നിങ്ങളിൽ ചൈതന്യമായിട്ട് നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. പിന്നെ രാസലീല നടക്കുന്നു. തുടർന്ന് 110 കോടി ഗോപികന്മാർക്കായിട്ട് ഭഗവാനും അത്രയും സ്വരൂപമെടുത്തു. അപ്പോ രാസലീലയ്ക്ക് അവര് തയ്യാറായി. ആകാശവീതിയിലെ ദേവവൃന്ദങ്ങള് നിറഞ്ഞു. അങ്ങനെ ഒരു ഗോപി, ഒരു കൃഷ്ണൻ. എത്ര 110 ഗോപികമാർ അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയണം. അത്രയും കൃഷ്ണന്മാരും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായി. എന്നിട്ടോ മരതകക്കല്ലും മുത്തുമണിയും മാറി മാറിക്കോർത്ത മാല പോലെ ഗോപീകൃഷ്ണമാലകളെ ശോഭിച്ചു. നൃത്തദർശനത്താൽ ദേവാദികൾ മാലബാധ കൊണ്ട് മോഹാലസ്യപ്പെട്ടു. എല്ലാം നിശ്ചലം. ക്ഷീണം വന്നാലോ ജലക്രീഡ, വീണ്ടും രാസക്രീഡ. അങ്ങനെ രാസമണ്ഡലം വെട്ടിത്തിളങ്ങി. അങ്ങനെ ബ്രഹ്മാദികൾ അവിടെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവന്മാര് നൊന്തുവി മുഴക്കി, ഗന്ധർവന്മാര് ഗാനമാലപിച്ചു, അപ്സരസുകളെ നൃത്തമാടി. അപ്പൊ എന്താ അതിനെ കുറിച്ച് പറയുന്നത്? കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തിൽ എന്ന പോലെ തന്റെ പ്രതിബിംബങ്ങളാകുന്ന പ്രജാങ്കനകളോടുകൂടി അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപം അവിടെ കളിച്ചു എന്നാ പറയണത്. ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ്? കവിളത്ത് തട്ടുന്നത് പോലെ, ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നത് പോലെ ഒക്കെ എന്താണ്? തന്റെ ആ ബിംബം, പ്രതിബിംബം. ജീവാത്മാവ് എന്താണ്? പ്രതിബിംബവും ആത്മാവ് ബിംബവും. അപ്പൊ ഇവിടെ വിഗ്രഹം എന്താണ്? ബിംബം. സാധകനോ ഉപാസകനോ പ്രതിബിംബം. അപ്പൊ ഇത് പ്രതിബിംബത്തിൽ ഫലിക്കണമെങ്കിൽ എന്ത് വേണം? വിഗ്രഹത്തിൽ ചാർത്തണം. അതാണ് ഭഗവാൻ നമ്മളെ വിഗ്രഹത്തിൽ മാല ചാർത്തുന്നതും പൊട്ടുവെക്കുന്നതും ഒക്കെ. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ ഇരിക്കട്ടെ. അങ്ങനെ അത് ബ്രാഹ്മ മുഹൂർത്തം വരെയും തുടർന്നു എന്നാ പറയണത്. അപ്പൊ ചോദിക്കുകയാണ് ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ്, ധർമ്മ സംസ്ഥാപനത്തിന് വന്ന ഭഗവാൻ പരദാരഗമനം നടത്തിയത് എങ്ങനെ ശരിയാകും? അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ ഇതിപ്പോ കഥയും തത്വം പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ അങ്ങോട്ട് സംഭവിച്ചെന്തായി? സംഭവം മാറി.
അപ്പൊ ആളുകൾ പറയും വിദേശമല്ല പറയൂല്ലേ, ഇതിപ്പോ അമേരിക്കൻ അല്ല എന്ന് പറയും. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്ന പോലെ തന്നെയാണ് പരീക്ഷത്തിന് ഇതങ്ങോട്ട് കേട്ടപ്പോഴേ കഥയും തത്വം ഓക്കെ, പക്ഷെ ഇത് വ്യവഹാരത്തിൽ സംഭവിച്ചാൽ എന്താണ് പ്രശ്നമായി അല്ലേ? അപ്പോ ആ സംശയം കൊണ്ടാണ് പരീക്ഷത്തിന്റെ ചോദ്യം. അപ്പോ ശുകബ്രഹ്മർഷി പറയാണ്, മഹത്തുക്കളിൽ കുറ്റം കാണരുത്. ധർമ്മശാസ്ത്രം അവരെ നന്നാക്കാനല്ല. ധർമ്മശാസ്ത്രം ഗുരുക്കന്മാരെ നന്നാക്കാനാണോ? സന്യാസിമാരെ നന്നാക്കാനാണോ? നേരെയാക്കാനാണോ? അല്ല. പിന്നെയോ, അതായത് അധർമ്മവും ആപത്തും അവരെ ബാധിക്കുകയില്ല. എന്നാൽ മറ്റുള്ളവരത് കാണിച്ചാലോ അവരെ അത് ബാധിക്കും. അതുകൊണ്ട് ഇതെന്താണ്? ഗുരുക്കന്മാരുടെ വചനം, വാക്ക്, ഉപദേശം, നിർദ്ദേശം അനുസരിച്ച് ജീവിച്ചാൽ മതി. അവരുടെ പ്രവൃത്തി, അവരുടെ ചെയ്തി, അവരുടെ കർമ്മം ആരും അനുകരിക്കരുത് എന്ന് ശ്രീ പരീക്ഷത്തിനോട് നമ്മുടെ ശുകബ്രഹ്മർഷി പറയുകയാണ്. പിന്നെ പറയാം, ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരു. അങ്ങനെയുള്ള ഗുരുവിന്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ മതി, അവരുടെ പ്രവൃത്തിയെ അനുകരിക്കരുത്. കാരണം എന്താ? പ്രവൃത്തി പ്രാരബ്ധമാണ്. ഏതൊരു ജീവനും, അത് ഗുരു ആയാലും ശരി, ലഘു ആയാലും ശരി. ലഘു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ, ഗുരു എന്ന് പറഞ്ഞാലോ വലിയത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറിയത്. അപ്പോ ഈ ലഘു, അതായത് ഈ ശിഷ്യനാണ് വാസ്തവത്തിൽ ഗുരു ആകുന്നത്. അപ്പോ ആ ലഘുവിന്റെ ആയാലും ഗുരുവിന്റെ ആയാലും കർമ്മം എന്താണ്? പ്രാരാബ്ധമാണ്. ആ പ്രാരാബ്ധത്തിന് കാരണം എന്താണ്? വാസനയാണ്. അപ്പോ ഭഗവാനല്ലാതെ ലോകത്തില് മറ്റൊന്നുമില്ല. എന്റേതെന്നും അന്യന്റേതെന്നും ഭഗവാനെ ഇല്ല. അതുകൊണ്ട് ഭഗവാനിലും ഗുരുജനങ്ങളിലും എന്താണ്? ധർമ്മവുമില്ല, അധർമ്മവുമില്ല. അതുകൊണ്ട് ഗുരുക്കന്മാര് പറയുന്ന വചനമനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന അന്ത്യശാസനം ശുകബ്രഹ്മർഷി നമ്മുടെ ശ്രീ പരീക്ഷത്തിനെ അറിയിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഗോകുലത്തിൽ ഭഗവാന്റെ വാത്സല്യ ഭക്തിയെയും വൃന്ദാവനത്തിൽ ഭഗവാന്റെ പ്രേമഭക്തിയെയും രാസലീലയിലെ മാധുര്യ ഭക്തിയെയും അറിയുവാൻ സാധിച്ചിരിക്കുകയാണ്. ഈ മാധുര്യ ഭക്തി ഇപ്പൊ ശ്രീവിദ്യയിലായാലും തന്ത്രത്തിലായാലും എന്തിലായാലും ആരും വാസ്തവത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, കാമുകി ഭാര്യയും ഭർത്താവും അല്ലെ ശിവശക്തിയായുക്തവും ശിവനെയും പാർവതിയെയും അവരുടെ ഉപാസനയായിട്ടാണ് ശ്രീവിദ്യയെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഉത്തമനായിരിക്കുന്ന ഗുരുവിന്റെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിലേ നമ്മളത് ആചരിക്കുവാൻ പാടുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്താണ്? ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് ഒരു മൂലമന്ത്രത്തിന്റെ ആ ജപം ജപിക്കുകയും അതുപോലെ ഗുരു ഉപദേശിച്ചിരിക്കുന്ന രൂപത്തെ ധ്യാനിക്കുകയും അവനവൻ ചെയ്യുന്ന കർമ്മമെല്ലാം ഈശ്വരന്റെ പൂജയാണെന്നുള്ള സങ്കല്പത്തോടുകൂടി ധർമ്മം ആചരിച്ചും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക് തുടർന്ന് വരുന്ന ഭാഗങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ ആരംഭിക്കാം.